ഇന്നത്തെ മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടില്ല. സെക്കൻഡ് ഹാഫൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പയ്യെ ഇരുന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ഹാഫും കൂടെ കണ്ടിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്ന് ആ ഒരു ഫസ്റ്റ് ഹാഫ് കാണും? വെറുതെ ഞാൻ ആ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് എൻ്റെ BP കൂട്ടണം അല്ലേ? ഞാനില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ആ ഒരു പിച്ചിൽ നിങ്ങൾ പറ, ആ ഒരു യുണൈറ്റഡിന് വേണ്ടി കളിച്ച പ്ലെയേഴ്സ്, ഓൺ ദ പിച്ച് കളിച്ച പ്ലെയേഴ്സ് മര്യാദയ്ക്ക് കളിച്ചു എന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പ്ലെയർ ആ ഒരു ടീമിലുണ്ടോ? എനിക്കൊരൊറ്റൊരു പ്ലെയറിൻ്റെ പേര് പോലും പറയാൻ വേണ്ടി തോന്നുന്നില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ബാഡ്ജിന് വേണ്ടി കളിക്കുക ആ ഒരു ഫീൽ എനിക്ക് ആ ഒരു മാച്ച് കണ്ടപ്പം തോന്നിയില്ല. ചുമ്മാ എല്ലാ മാച്ചിലും ഞാൻ പറയുന്ന പോലെ സെയിം മിസ്റ്റേക്സ് ഇങ്ങനെ മാച്ച് ആഫ്റ്റർ മാച്ച് നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണ്. അത് ശരിക്കും ടെൻ ഹാഗിനോടും എനിക്ക് ആ ഒരു കൺസേൺ ഉണ്ട്. നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് അത് ഒരു സൈഡിൽ, ടെൻ ഹാഗിൻ്റെ കോച്ചിങ്ങും അല്ലെങ്കിൽ ടെൻ ഹാഗിൻ്റെ ടാക്ടിക്സും വേറൊരു സൈഡിൽ. നമ്മൾ ഓരോ മാച്ച് കഴിയുമ്പോഴും നമ്മുടെ ടീം ഇമ്പ്രൂവ് ആകുന്നില്ല. എസ്പെഷ്യലി ഒരു 4-5 പാസ് മര്യാദയ്ക്ക് കളിച്ച് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ ഉമ്മാർക്ക് അറിയത്തില്ല. ചീപ്പറായിട്ട് പൊസഷൻ ലൂസ് ചെയ്യുന്നു. ഇത് ഞാൻ എല്ലാ റിവ്യൂവിലും പറയുന്ന കാര്യമാണ്. ഈ പൊസഷൻ ലൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സിമ്പിളായിട്ട് നമ്മളെ ട്രാൻസിഷനിൽ നമ്മളെ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓപ്പോസിഷന്. അപ്പോൾ ഇതൊക്കെ പ്ലെയേഴ്സിൻ്റെ പ്രശ്നം ഒരു സൈഡിൽ, മാനേജറിൻ്റെ പ്രശ്നം ടാക്റ്റിക്കലി വേറൊരു സൈഡിൽ. ഇത് രണ്ടും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ടെൻ ഹാഗിൻ്റെ ടാക്ടിക്സൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഫ്ലെക്സിബിലിറ്റിയാണ് പുള്ളി. എസ്പെഷ്യലി അറ്റാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ആർക്ക് വേണേലും ഏത് പൊസിഷൻ വേണേലും ഒക്യുപ്പൈ ചെയ്ത് പോയി ബോളുമായിട്ട് പോയി അറ്റാക്ക് ചെയ്യാം. അതാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രിക്ട്നെസ് ഒന്നുമില്ല ടെൻ ഹാഗിൻ്റെ സിസ്റ്റത്തിൽ. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നല്ല കാര്യം. പക്ഷേ മഗ്വയറും ലിൻഡലോഫും ഒക്കെ ഈ ഫൈനൽ തേർഡിൽ കടന്ന് ഈ ബോളുമായിട്ട് കടന്ന് ഉരുണ്ട് മറിയേണ്ട കാര്യം എന്താണ്? എന്നിട്ട് അമാദ് ഡിയാലോ ഒക്കെ പോയിട്ട് ഡിഫെൻഡ് ചെയ്യുക. എനിക്കറിയത്തില്ല. ഡിഫെൻസീവ്ലി നമ്മൾ ഒത്തിരി അവെയറാണ്. കാരണം എസ്പെഷ്യലി നമുക്കെതിരെ ഈ ഒരു ഈ കൗണ്ടറിൽ ഹിറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ പ്ലെയേഴ്സ് മര്യാദയ്ക്ക് മരിച്ചു കിടന്ന് കളിച്ചത് എനിക്ക് തോന്നിയത് 89-ാമത്തെ മിനിറ്റിൽ മഗ്വയറിൻ്റെ ആ ഒരു ഗോൾ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയൊരു ഫേസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ പ്ലെയേഴ്സ് മരിച്ചു കിടന്ന് അറ്റാക്ക് ചെയ്തു. ഓൾ ഔട്ട് അറ്റാക്കാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അറ്റാക്കിൻ്റെ സമയത്ത് ഓൾ ഔട്ട് അറ്റാക്കാണ്. ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എനിക്ക് പ്ലെയേഴ്സിനെ പോലെ തന്നെ കോച്ചും അതിൽ ഈക്വലി കുറ്റക്കാരനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഈ പ്ലെയേഴ്സ് ഓൺ ദ ഫീൽഡ് ഇവരുടെ കമ്മിറ്റ്മെൻറ്റ് ഭയങ്കര മോശമാണ്. ഇവന്മാരെ ഉറപ്പാണ് ടെൻ ഹാഗിനെ സാക്ക് ചെയ്യിപ്പിച്ച ഇവന്മാർ മാറത്തുള്ളൂ. ശരിയാണ്, നമ്മുടെ ടീമിൽ ഒത്തിരി ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഫുള്ളാം മോണക്കത്തെ ടീം എനിക്ക് തോന്നുന്നത് 4-5-6 ഫുള്ളാമിൻ്റെ ഒരു 5-6 മാച്ചസ് നോക്കൂ, അതിലെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു മാച്ച് എന്തോണം അവർ ജയിച്ചത്. അത് മാത്രമല്ല പ്രീമിയർ ലീഗിൽ എവേ ഗെയിംസിൻ്റെ കാര്യം നോക്കിയാൽ ഫുള്ളാം വൺ ഓഫ് ദ വേഴ്സ്റ്റ് സൈഡാണ്. ഏറ്റവും വേഴ്സ്റ്റ് എനിക്ക് തോന്നുന്നത് ഷെഫീൽഡ് ആകണ്ട, ഷെഫീൽഡിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ, അല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് എവേ റെക്കോർഡുള്ള ടീമാണ് ഈ ഒരു ഫുൾഹാം. അവർ ഓൾഡ് ട്രാഫോർഡിൽ വന്നിട്ട് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കുന്നു. ഓൺ ദ പിച്ച് അവർക്ക് നമ്മളെക്കാളും ഹങ്കറുണ്ട്. ആ ഒരു ജയിക്കണം എന്നുള്ള ആ ഒരു ഹങ്കർ കാണിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. ഇന്നും മാച്ച് തീരുന്നതിന് മുന്നേ തന്നെ കാണികളൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയേഴ്സിനെ പോലെ തന്നെ ടെൻ ഹാഗിനും ഡേഞ്ചറാണ്. ഈ കാണികളുണ്ടല്ലോ, ഇംഗ്ലീഷ് ഫാൻസ് പയ്യെ ഓൾറെഡി ടെൻ ഹാഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവർക്ക് തുടങ്ങുന്നുണ്ട്. ടെൻ ഹാഗിനെതിരെ അവർ തിരിയും. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടെൻ ഹാഗിനെതിരെ തിരിയും. ഞാൻ പറയുന്ന മാച്ച് ആഫ്റ്റർ മാച്ച് നമ്മൾ സെയിം മിസ്റ്റേക്സ് എല്ലാം കമ്മിറ്റ് ചെയ്യുന്നു. ഈ മിസ് പാസസ് അല്ലെങ്കിൽ കൗണ്ടറിലും ട്രാൻസിഷനിലും ഒക്കെ നമ്മൾക്കെതിരെ ഹിറ്റ് ചെയ്യാൻ ഈസി ആകുന്നു. അതുപോലെ തന്നെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ഭയങ്കര മോശമാണ്. ഇന്നും സെറ്റ് പീസിലാണ് നമ്മൾ കൺസീഡ് ചെയ്തത്. സെറ്റ് പീസിലും കൗണ്ടറിലും കൺസീഡ് ചെയ്തു. അപ്പം എന്തേലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്ലെയേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കുറവുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനത്തെ മിസ്റ്റേക്ക് എല്ലാ മാച്ചിലും തുടരുമ്പോഴത്തേനും ശരിക്കും നമ്മൾ കോച്ചിനെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. എത്ര കണ്ടാണ് നമ്മൾ കോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണേലും എന്തൊക്കെയാണേലും ഈക്വലി പ്ലെയറും കോച്ചും ഈക്വലി കുറ്റക്കാരാണ്. പക്ഷേ പ്ലെയേഴ്സിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം മാനേജേഴ്സിനെ തട്ടുന്നതാണ്. അപ്പം ഞാനതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ടെൻ ഹാഗിന് അറ്റ്ലീസ്റ്റ് ഒരു സീസൺ കൂടെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ രീതിയിൽ റിസൾട്ട്സ് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല. അതിന് നമ്മൾ ഇഞ്ചുറിയെ പഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഫുള്ളാമിൻ്റെ ടീമിനെ നോക്കി അവിടെ ആരാണ് ഇത്ര സ്റ്റാർ പ്ലെയർ ഉള്ളത്? എല്ലാ ടീമുകളിൽ നിന്നും റിജക്റ്റ് ആയിട്ടുള്ള കളിക്കാരാണ് അവിടെ വന്ന് കളിക്കുന്നത്. നമ്മുടെ റിജക്റ്റ് ആൻഡ്രേസ് പെരേരയൊക്കെ അവിടെ കളിക്കുന്നുണ്ട്, ആർസെനലിൻ്റെ റിജക്റ്റ്. അപ്പോൾ അങ്ങനെ പല ടീമുകൾക്കും വേണ്ടാത്ത വെസ്റ്റ് ഹാമിൻ്റെ റിജക്റ്റ്,
അങ്ങനെ പല ടീമുകൾക്ക് വേണ്ടാത്ത പ്ലെയേഴ്സിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു ടീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവർ നമ്മളെ ഓൾഡ് ട്രാഫോർഡിൽ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നാണക്കേടാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ഷോട്ട് ഓൺ ടാർഗറ്റ് കൂടുതലാണ്, XG കൂടുതലാണ്, പൊസഷൻ കൂടുതലാണെന്നൊക്കെ പറയും. പക്ഷേ മാച്ച് ഇരുന്ന് കണ്ടു നോക്ക്, ഭയങ്കര മോശം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പം ബ്രൂണോ ഒക്കെ അവിടെ ഞൊണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല പരിക്കുകളുടെ പ്രശ്നം. കസമിറോയ്ക്ക് ഹെഡ് ഇഞ്ചുറി, അത് പ്രശ്നം കാണത്തില്ലായിരിക്കും, അത് പുള്ളി തിരിച്ചു വരുമായിരിക്കും. ബ്രൂണോ ചട്ടി പോകുന്നു. ഈ പ്ലെയേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ഇഞ്ചുർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുമോ? അപ്പോൾ ഗായ്സ് അത്രയേ ഉള്ളൂ ഈ മാച്ചിനെ പറ്റി പറയാനായിട്ട്. മറ്റൊരു നല്ല വീഡിയോ കാണാം.